മലയാള സിനിമയുടെ ചരിത്രത്തിൽ സ്വാഭാവിക അഭിനയത്തിന്റെ പര്യായമായി മാറിയ നടിയാണ് മീര ജാസ്മിൻ. വെള്ളിത്തിരയിൽ ചിരിച്ചും കരഞ്ഞും വിപ്ലവം സൃഷ്ടിച്ചും അവർ പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. എന്നാൽ മീരയുടെ ജീവിതം വെള്ളിത്തിരയിലെ സിനിമയേക്കാൾ നാടകീയമായിരുന്നു. അപ്രതീക്ഷിതമായ ഉയർച്ചകളും നിഗൂഢമായ ഇടവേളകളും വ്യക്തിജീവിതത്തിലെ കനൽ വഴികളും താണ്ടി മീര ജാസ്മിൻ വീണ്ടും സജീവമാവുകയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മീര വീണ്ടും നായിക നിരയിലേക്ക് എത്തുമ്പോൾ അത് കേവലം ഒരു മടങ്ങിവരവല്ല, മറിച്ച് ഒരു പോരാട്ടത്തിന്റെ പുതിയ അധ്യായമാണ്. മീര ജാസ്മിൻ എന്ന മറിയം ജോസഫിന്റെ സിനിമാ പ്രവേശനം അത്ര എളുപ്പമായിരുന്നില്ല. പത്തനംതിട്ടയിലെ ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച മീര സിനിമയിലേക്ക് വരുന്നതിനോട് പിതാവ് ജോസഫിന് കടുത്ത എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വിധി അവർക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ലോഹിതദാസ് എന്ന അതുല്യ പ്രതിഭയുടെ കണ്ണുകൾ മീരയിലെ അഭിനേത്രിയെ തിരിച്ചറിഞ്ഞു. പിതാവിന്റെ കടുത്ത വിയോജിപ്പുകൾ അവഗണിച്ചാണ് 2001 സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ മീര ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ആ ഒരു ഒറ്റ ചിത്രം മതിയായിരുന്നു മലയാളത്തിന് ഒരു മികച്ച നടിയെ ലഭിച്ചുവെന്ന് ഉറപ്പിക്കാൻ. തുടക്കത്തിൽ തന്നെ മികച്ച അവസരങ്ങൾ മീരയെ തേടിയെത്തി. കസ്തൂരിമാൻ, പാഠം 1, ഒരു വിലാപം, സ്വപ്നക്കൂട്, പെരുമഴക്കാലം, അച്ചുവിന്റെ അമ്മ തുടങ്ങിയ മീര അഭിനയിച്ച ചിത്രങ്ങളെല്ലാം വലിയ വിജയങ്ങളായി മാറി. 2004 പാഠം 1, ഒരു വിലാപം എന്ന ചിത്രത്തിലെ ഷാഹിന എന്ന കഥാപാത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മീരയെ തേടിയെത്തി. മലയാളം കടന്ന് തമിഴിലും തെലുങ്കിലും മീര സൂപ്പർ താരമായി വളർന്നു. മണിരത്നം, ലിംഗുസ്വാമി തുടങ്ങിയ പ്രമുഖ സംവിധായകരുടെ പ്രിയപ്പെട്ട നായികയായി മീര മാറി. തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവനിയോഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മീര ജാസ്മിൻ. ഞാൻ ഇപ്പോഴും ഡെസ്റ്റിനിയുടെ ചൈൽഡാണ് എന്ന് മീര തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജീവിതം ഏതൊഴുക്കിലൂടെ പോകുന്നോ ആ ഒഴുക്കിനൊപ്പം നീങ്ങുക എന്നതാണ് മീരയുടെ നയം. ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല. ദൈവം തരുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അത് നന്നായാലും മോശമായാലും എല്ലാം സ്വീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഒരു നല്ല വേഷം വരുന്നത് പോലും വിധിയാണ്. എന്റെ കയ്യിലുള്ളത് ആ വേഷം നന്നായി ചെയ്യുക എന്നത് മാത്രമാണ്. ഈ ഒരു കാഴ്ചപ്പാടാണ് ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിലും മീരയെ തളരാതെ പിടിച്ചു നിർത്തിയത്. 2010 ശേഷം മീര സിനിമാ ലോകത്തു നിന്നും പെട്ടെന്ന് അപ്രതീക്ഷിതയായി. കരിയറിലെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ എന്തിനാണ് മീര വിട്ടുനിന്നത് ഇന്നും ആരാധകർക്ക് ഒരു ചോദ്യചിഹ്നമാണ്. 2014 ദുബായ് ആസ്ഥാനമായുള്ള ബിസിനസ്സുകാരൻ അനിൽ ജോണിനെ മീര വിവാഹം ചെയ്തു. എന്നാൽ ഈ വിവാഹബന്ധം പിന്നീട് വാർത്തകളിൽ ഇടം പിടിച്ചില്ല. ഇരുവരും ഒരുമിച്ച് പൊതുവേദികളിൽ കാണാറില്ലാത്തതിനാൽ മീരയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിച്ചു. എന്നാൽ തന്റെ സ്വകാര്യ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ മീര ഒരിക്കലും താല്പര്യപ്പെട്ടില്ല. ഈ അടുത്ത കാലത്ത് നടി മഞ്ജു പത്രോസ് മീരയെക്കുറിച്ച് പങ്കുവച്ച കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു. മീര ഇമോഷണലി വളരെ വീക്കാണെന്നും കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ള സ്വഭാവമാണെന്നും മുൻപ് പലരും പറഞ്ഞിരുന്നു. എന്നാൽ താൻ കണ്ട മീര അങ്ങനെയല്ലെന്നും മഞ്ജു പറയുന്നു. ജീവിതത്തിൽ താൻ അനുഭവിച്ച കടുത്ത വിഷാദങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ പുറത്തു വന്നുവെന്നും മീര മഞ്ജുവിനോട് തുറന്നു പറഞ്ഞിരുന്നു. തന്റെ ജീവിതശൈലി പൂർണ്ണമായി മാറ്റിയെന്നും ഇപ്പോൾ സമാധാനം, സന്തോഷം കണ്ടെത്താൻ തനിക്ക് കഴിയുമെന്നും മീര പറഞ്ഞു. സാരമില്ല, അതൊക്കെ ശരിയാകുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം മീര ഇന്ന് മാനസികമായി കരുത്ത് നേടിയിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം മകൾ എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിലൂടെ മീര വീണ്ടും മലയാളത്തിലേക്ക് മടങ്ങിയെത്തി. പഴയ മീരയേക്കാൾ പക്വതയുള്ള ശാന്തയായ ഒരു മീരയാണ് ആരാധകർ കണ്ടത്. ഇപ്പോൾ മോഹൻലാൽ, തരുൺ മൂർത്തി ചിത്രത്തിലൂടെ വീണ്ടും നായികയായി സജീവമാകുമ്പോൾ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ മീര തന്റെ പുതിയ ഫോട്ടോഷൂട്ടുകളിലൂടെയും യാത്രകളിലൂടെയും താൻ ജീവിതം ആഘോഷിക്കുകയാണെന്ന് ലോകത്തെ അറിയിക്കുകയാണ്. മീര ജാസ്മിൻ വെറും ഒരു നടിയല്ല, മറിച്ച് സ്വയം പുതുക്കിപ്പണിയാൻ കഴിവുള്ള ഒരു അതിജീവനക്കാരിയാണ്. ജീവിതത്തിലെ കനൽ വഴികളിൽ തളർന്നു പോകാതെ വിധിയിൽ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുന്ന മീര ഓരോ സ്ത്രീക്കും പ്രചോദനമാണ്. സിനിമയിലെ ഹിറ്റുകളെക്കാൾ മീര ഇന്ന് വിലമതിക്കുന്നത് തന്റെ മനസ്സമാധാനത്തെയാണ്. പ്രിയപ്പെട്ട നടിയുടെ ഈ രണ്ടാം വരവ് മലയാള സിനിമയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നതും ഉറപ്പാണ്. അഭിനയത്തിലെ സ്വാഭാവികതയും ജീവിതത്തിലെ പുതിയ വെളിച്ചവും മീരയെ വീണ്ടും ഉയരങ്ങളിൽ എത്തിക്കട്ടെ.